ഈ ഒരൊറ്റ ഐറ്റം മാത്രം മതി. ചോറായാലും പലഹാരമായാലും വേറെ ഒന്നും വേണ്ട. എന്തിൻ്റെ കൂടെയും കറിയായിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഗ്രീൻ ചിക്കൻ റെസിപ്പി നോക്കാം. ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു ഗ്രീൻ മസാല റെഡിയാക്കണം. അതിനുവേണ്ടി മല്ലിയില, പുതിനയില, പച്ചമുളക് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വലിയ ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കാം. ഈ ഗ്രീൻ മസാല ചിക്കനിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചിക്കൻ മസാല, കുരുമുളക് പൊടി, വലിയ ജീരകം പൊടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലധികം പൊടികളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ഗ്രീൻ മസാലൻ്റെ ഫ്ലേവറാണ് മുൻപോട്ട് നിൽക്കുന്നത്. മസാല പുരട്ടി കുറച്ച് സമയം വെച്ചതിന് ശേഷമാണ് ഞാനിവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അധികം എണ്ണയൊന്നും ആവശ്യമില്ല, കുറച്ച് എണ്ണ മതി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. എല്ലാം ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ ഗ്രീൻ മസാല ബാക്കി വന്നത് ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ജസ്റ്റ് ഒന്ന് കളർ മാറി വന്നാൽ ഫ്രൈ ചെയ്ത ചിക്കനും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാം. മസാല ഒട്ടും കരിഞ്ഞു പോകരുത്, ബിറ്റർ ടേസ്റ്റ് ഉണ്ടാവും. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്താൽ ഇനി ഇത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ഇത് മാത്രം മതി. അടിപൊളി ടേസ്റ്റാണ്, വെറുതെ പറയുന്നതല്ല. നല്ല ടേസ്റ്റുള്ളൊരു ചിക്കൻ റെസിപ്പിയാണിത്. ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്താൽ ഫീഡ്ബാക്ക് പറയാൻ മറന്നു പോകരുത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ ഓക്കെ, ബൈ.